കേരളത്തിന്റെ വിജയം കൂടിയാണ്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഈ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയത് എന്ന് വേണം നമുക്ക് കാണാൻ. കാരണം ആ കവാടത്തിന് മുന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്നാണ് ഈ രണ്ടു കന്യാസ്ത്രീകളെയും സ്വീകരിച്ചത്. നമുക്ക് അവരുടെ പ്രതികരണം തേടണമെന്നുണ്ട്. പക്ഷേ കടുത്ത ജാമ്യ വ്യവസ്ഥകളുണ്ട്. മാധ്യമങ്ങളോട് വാ തുറക്കരുതെന്നാണ് കോടതിയുടെ ജാമ്യ വ്യവസ്ഥ. അതുകൊണ്ട് അവർ രണ്ടുപേരും സംസാരിക്കില്ല, മാധ്യമങ്ങളോട് സംസാരിക്കില്ല. ഇവിടെ നിന്ന് നേരെ പോകുന്നത് റായ്പൂർ അതിരൂപത ബിഷപ്പിന്റെ വസതിയിലായിരിക്കും. അവിടെയായിരിക്കും അവർ തങ്ങുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് ആഗ്രയിലേക്ക് പോകുന്നോ അതോ കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്നോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എന്തായാലും എല്ലാവരും ചേർന്ന് കൂടിയാലോചിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി, അവരുടെ ബന്ധുക്കളുണ്ട്. നമ്മൾ കണ്ടതാണ് ആ ജാമ്യം കിട്ടിയെന്ന ആ നിമിഷത്തിൽ നമ്മൾ കണ്ടതാണ് ഈ ജയിലിന്റെ പരിസരത്തുണ്ടായ വൈകാരികമായ നിമിഷങ്ങൾ. കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവരുടെ സഹോദരങ്ങൾ പറഞ്ഞത് ജാമ്യം കിട്ടിയെന്ന്. അങ്ങനെ ഈ വന്ദന ഫ്രാൻസിസിന്റെയും പ്രീതി മേരിയുടെയും മോചനത്തിനായി നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങൾ ഇവിടെ നിന്ന് ഈ കന്യാസ്ത്രീകളെ വരവേൽക്കുന്നത്, സ്വീകരിക്കുന്നത്. എന്തായാലും നമ്മൾ ഏവരും കാത്തിരുന്ന ആ നിമിഷമായിരുന്നു ഇത്. കന്യാസ്ത്രീകളുടെ മോചനം കഴിഞ്ഞ 9 ദിവസമായി കേരളം കാത്തിരുന്ന കൊടൂരിലേക്ക് പോകും. സഹോദരങ്ങളുടെ കൂടെ പോകും. പോലീസ് സംരക്ഷണയിൽ സഹോദരങ്ങളുടെ കൂടെ പോകും. അതൊക്കെ അവസാന നിമിഷത്തെ കലക്കവെള്ളത്തിലുണ്ട്. സുഹേലെ, ഇവിടെ ഇപ്പോൾ BJP പ്രവർത്തകർ കുറച്ചുപേർ ഈ ജയിലിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഭാരത് മാതാ കി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരുടെ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് ഈ കന്യാസ്ത്രീകളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ മറ്റു 2 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ആ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഛത്തീസ്ഗഡിലെ പ്രതിനിധികൾ, അത് ചില രാഷ്ട്രീയ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മുദ്രാവാക്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ ഒരു കാറിൽ അവരെ കയറ്റി ഇവിടെ തൊട്ടടുത്ത കന്യാസ്ത്രീ കോൺവെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ കോൺവെന്റിലേക്ക് അവിടെ അവരെ എത്തിച്ചതിന് ശേഷം ഇന്ന് റായ്പൂർ അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിലേക്കായിരിക്കും അവരെ താമസിക്കാനായി കൊണ്ടുപോകുന്നത്. കടുത്ത ജാമ്യ വ്യവസ്ഥകളുണ്ട്. മാധ്യമങ്ങളോട് വാ തുറക്കരുതെന്ന് അവർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾ സംസാരിക്കാത്തത്. എന്തായാലും 9 ദിവസത്തെ ആ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം, മാനസിക പീഡനങ്ങൾക്ക് ശേഷം ഈ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ്. വലിയ തിരക്ക് തന്നെ ഇവിടെയുണ്ട്. പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ഈ കന്യാസ്ത്രീകളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. കനത്ത പോലീസ് സുരക്ഷയാണ് ഈ ദുർഗ സെൻട്രൽ ജയിലിന്റെ കവാടത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയിരിക്കുന്നു. കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗ സെൻട്രൽ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് സംരക്ഷണയിലാണ് 2 കന്യാസ്ത്രീകളെയും, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി, 2 കന്യാസ്ത്രീകളെയും ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോലീസിന്റെ സംരക്ഷണയിൽ കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത കന്യാസ്ത്രീ മഠത്തിലായിരിക്കും ഇവരെ തൽക്കാലത്തേക്ക് പാർപ്പിക്കുക. അവിടെ നിന്ന് റായ്പൂരിലേക്കായിരിക്കും 2 കന്യാസ്ത്രീകളെയും കൊണ്ടുപോകുക. അതിനുശേഷം സഹോദരങ്ങൾക്കൊപ്പം കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എന്തായാലും അവരെ 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു. 3 രാഷ്ട്രീയ പാർട്ടിയുടെ MLAമാർ. നമ്മൾ കഴിഞ്ഞ 9 ദിവസവും കാത്തിരുന്ന ദിനം ഇങ്ങെത്തിയിരിക്കുകയാണ്. അന്യായമായി റിമാൻഡ് ചെയ്ത കേസെടുത്ത 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ദുർഗ് സെൻട്രൽ ജയിലിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. കടുത്ത ഉപാധികൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ അവർക്ക് വിലക്കുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞേനെ. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ കന്യാസ്ത്രീകൾ നേരിട്ട വേദന. സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ആൾക്കൂട്ടം വളഞ്ഞത് നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ വളഞ്ഞത് നമ്മൾ കണ്ടതാണ്. ആ ബജ്രംഗ് ദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി. അവർ പറയുന്നതനുസരിച്ച് പോലീസിനെ കൊണ്ട് FIR ഇടിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ നിന്നൊരു പ്രാഥമിക പരിശോധന പോലും പോലീസ് നടത്തിയില്ല. ബജ്രംഗ് എന്ത് പറഞ്ഞു അത് FIR ഞങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താണേലും ഇത് വരുന്നില്ല, ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അതിനുശേഷം ഇന്ന് റായ്പൂരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ നാട്ടിലേക്ക് പോന്നു. അല്ല പുറത്തിറങ്ങിയിട്ട് എന്താ അവരെ ആദ്യം പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, കണ്ടു എന്നല്ല, ഒന്നും സംസാരിച്ചില്ല. മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നുള്ള കർശന വ്യവസ്ഥയോടെയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സഹോദരിയോടൊന്നും ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ? സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരനാണ് ജോസഫ്. അദ്ദേഹത്തിന്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ ഈ ജയിലിനകത്തേക്ക് ഓരോ ദിവസവും കടന്നു വരുമ്പോഴും കണ്ടതാണ്. കാരണം മ്ലാനതയായിരുന്നു, അതിൽ പല വിഷാദമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ജയിലിലേക്ക് അകത്തേക്ക് രാവിലെ തന്നെ കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടത്
അത് ചിരിച്ചു കൊണ്ടുവരുന്ന ജോസഫേട്ടനായിരുന്നു, ചിരിച്ചു കൊണ്ടുവരുന്ന ബൈജുവിനായിരുന്നു, പ്രീതി മേരിയുടെ സഹോദരൻ. അങ്ങനെ 2 കന്യാസ്ത്രീമാരുടെയും സഹോദരങ്ങളടക്കം എല്ലാ ദിവസവും ഈ ജയിലിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ വിഷാദമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വന്നപ്പോൾ തന്നെ അവരുടെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു. ഇന്ന് ആ ജാമ്യം കിട്ടിയപ്പോൾ ബൈജു ചേട്ടൻ, പ്രീതി മേരിയുടെ സഹോദരൻ കരഞ്ഞുകൊണ്ടായിരുന്നു. കാരണം ഇവിടേക്ക് കന്യാസ്ത്രീകളെ തളച്ചിടാൻ പറ്റില്ല. കാരണം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി കുഷ്ഠരോഗികളും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നതാണ്. ഒരു കള്ളക്കേസിന്റെ പേരിൽ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയല്ല. ഈ എല്ലാ കേസുകളും റദ്ദാക്കണം. കാരണം ഇത് കള്ളക്കേസാണ്. തൽക്കാലം അവിടെ കോൺവെന്റിൽ പോയിട്ട് അവിടെ സിസ്റ്റേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഈ പുറത്തിറങ്ങി വന്നപ്പോൾ എന്താണ് മനസ്സിലാദ്യം തോന്നിയത്? അല്ല, അത് സന്തോഷം മാത്രം, വേറെ അതിനകത്തൊന്നും പറയാനില്ല. എല്ലാവരുടെയും പിന്തുണയുണ്ടായിരുന്നു ജാമ്യത്തിലിറക്കാൻ. ആരെയും നമ്മൾ ചെറുതാക്കി കാണുന്നില്ല. മീഡിയ അടക്കം, പോലീസ് അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം, ആരാണ് ജയിലിലാക്കിയെന്ന്, അതിന് മാത്രം ഉത്തരവ് കിട്ടിയിട്ടില്ല. അത് നമുക്ക് എന്തായാലും പിന്നീട് കോടതി മനസ്സിലാക്കും. അത് ഇപ്പൊ പുറത്തിറങ്ങി എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. പിന്നീട് നിയമ പോരാട്ടമാണ്. കഴിഞ്ഞ ഇത്രയും ദിവസം ബൈജുവിനെ നമ്മൾ കാണുമ്പോൾ മുഖത്തൊരു സന്തോഷമില്ല. എനിക്കൊരിക്കലും പോകാൻ പറ്റില്ല. ഈ ജയിലിന്റെ പരിസരത്ത് തന്നെ ഞാനുണ്ട്. ഞാൻ ആളെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത് ഞാൻ നിർബന്ധം പിടിച്ച കേസാണ്. ഞാൻ അടുത്ത ആഴ്ചയിലെ ജാമ്യം കിട്ടുള്ളെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോവില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കും. സുധീഷ് ചേട്ടാ, എന്താ തോന്നുന്നത്? ഞങ്ങള് ഒരാഴ്ചയായി ഞങ്ങളിവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, അറിയാലോ, നിങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവര് അത്രയും കഷ്ടപ്പെട്ട് അത്രയും ത്യാഗം സഹിച്ച ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ്